മൂശാകാലം 4-ാം ചൊവ്വ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ലോകം നിങ്ങളെ വെറുക്കും. വിശുദ്ധ യൂദാ തദ്ദേവുസ്, വിശുദ്ധ ശിമിയോൻ എന്നിവരുടെ തിരുനാൾ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ ദിവസം പേർഷ്യയിൽ സുവിശേഷ വേലയ്ക്കിടയിൽ രക്തസാക്ഷ്യം വരിച്ചു എന്ന് വിശ്വസിക്കുന്നതിനാൽ തിരുസഭ ഒരേ ദിവസം ഇവരുടെ തിരുനാൾ കൊണ്ടാടുന്നത്. പ്രാകൃത ഗോത്രവർഗക്കാർ അവരുടെ ക്ഷേത്രത്തിൽ കുരുതി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ക്ഷേത്രം തകർന്നു വീണ് എല്ലാവരും മരിച്ച കൂട്ടത്തിൽ ഇവരും ജീവൻ വെടിഞ്ഞു എന്ന ഒരു പാരമ്പര്യവും. അതല്ല, ശിമിയോനെ വാളിനാലും യൂദയായെ കുരിശിൽ കെട്ടിവെച്ച് അമ്പെയ്ത് കൊന്നുവെന്ന് മറ്റൊരു പാരമ്പര്യവുമുണ്ട്. കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ മറിയത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു മറിയത്തിന്റെയും ക്ലേപ്പായുടെയും മകനായിരുന്നു യൂദാ തദ്ദേവുസ്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ടാണ് ക്രൈസ്തവ ലോകം തദ്ദേവുസിനെ വണങ്ങുന്നത്. യേശുവിന്റെ ശിഷ്യഗണത്തിൽ യൂദാസ് എന്ന പേരിലും ശിമിയോൻ എന്ന പേരിലും രണ്ടുപേർ വീതമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതിലൊരു യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തവനും മറ്റേയാൾ യാക്കോബിന്റെ മകനായ യൂദാസ് ആണെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. ശിമിയോനിൽ ഒരാൾ പത്രോസ് എന്ന് പേര് മാറ്റിയ ശിമിയോനും തീവ്രവാദിയായ ശിമിയോനും ഉണ്ടെന്നും നാം വായിക്കുന്നു. ലൂക്ക 6:14-16. യോഹന്നാൻ ഒഴികെ യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം രക്തസാക്ഷ്യം വരിച്ചാണ് മരണമടഞ്ഞത്. ഒരേ നാൾ രക്തസാക്ഷ്യം വരിച്ച് രണ്ട് ശിഷ്യന്മാരുടെ തിരുനാൾ കൊണ്ടാടുന്നത് കൊണ്ടായിരിക്കാം ലോകം നിങ്ങളെ ദ്രോഷിക്കും എന്ന സുവിശേഷ ഭാഗ്യം തിരുസഭാ മാതാവ് എന്ന നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത് നൽകിയത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെങ്കിൽ സർവ്വ മനുഷ്യരെയും സ്നേഹിക്കാൻ ആഹ്വാനം ചെയ്ത് പഠിപ്പിച്ച യേശുവിന്റെ പാത പിന്തുടരുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന യേശു അനുയായികളെ അന്നു മുതൽ ഇന്ന് വരെയും ലോകം പീഡിപ്പിക്കുന്നു. നിരപരാധിയായ യേശുവിനെ ദ്രോഹിച്ചവർ അവന്റെ ശിഷ്യന്മാരെയും ദ്രോഹിക്കും. എന്നാൽ ലോകത്തിന്റെ രീതികളോട് ചേർന്ന് നിന്നിരുന്നെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. കാരണം കൂടാതെ അവർ എന്നെ വെറുത്തു. യോഹന്നാൻ 15:25 എന്ന തിരുവെഴുത്ത് പൂർത്തിയാകണമല്ലോ. സങ്കീർത്തനം 35:19, 69:4.